പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളിന്നിവിടെ വരികയാണ്. വർക്ക്ഷോപ്പിലാണ്. തൊടുപുഴ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ഇന്നലെ ഞാൻ ചെയ്തിരുന്നു. അത് എല്ലാവരും കണ്ടെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് മാറാനായിട്ടാണ്. അപ്പോൾ അത് ഗിയർ ബോക്സൊക്കെ അഴിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ചെറിയ വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുക. പുതിയ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യും. നമ്മുടെ ജീപ്പിൻ്റെ ഗിയർ ബോക്സ് നമ്മുടെ കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് നിലം തൊട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ക്ലച്ച് മാറുന്നതിൻ്റെ കൂടെ തന്നെ ഇതിനകത്തുള്ള ഒരു ഓയിൽ സീല് പോയിട്ടുണ്ട്. അത് മാറുകയാണ്. അതിൻ്റെ സംവിധാനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മുടെ ഗിയർ ബോക്സാണ് ഇത് താഴെ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു കുറച്ചുകൂടി അടുത്തുനിന്നുള്ള വ്യൂ എല്ലാവർക്കും ഒന്ന് കാണാം. അപ്പോൾ 2 വീൽ ഡ്രൈവ് വണ്ടികൾക്ക് ഈ മെയിൻ യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ പഴയ ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്രഷർ പ്ലേറ്റുമാണ് ആയിരിക്കുന്നത്. 4 വീൽ ഡ്രൈവ് വണ്ടികൾക്കാണ് ഈ ഒരു പോർഷൻ, ഒരു എക്സ്ട്രാ ഉള്ള ഈ എക്സ്റ്റൻഷനുള്ള ഈ പോർഷൻ വരുന്നത്. അതിനകത്താണ്, അതിൽ നിന്നാണ് ഫ്രണ്ടിലേക്കുള്ള ഷാഫ്റ്റ് പോകുന്നത്. അപ്പോൾ ഇതിനുള്ളിലുള്ള ഒരു ഓയിൽ സീലാണ് നമുക്ക് ഡാമേജ് ആയിട്ട് അതിൽ നിന്ന് ഓയിൽ ഇറങ്ങി നമ്മുടെ ക്ലച്ച് ഡിസ്കയിലെല്ലാം ആയി, അങ്ങനെയാണ് അത് ഡാമേജ് ആയത്. അപ്പോൾ അതിനുള്ള പാക്കിംഗ് ഒക്കെ നമ്മുടെ സത്യൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലച്ച് ഡിസ്ക് അല്ലേ? ഇതാണ് പ്രഷർ പ്ലേറ്റ്. അത് മഹീന്ദ്ര ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് അതിലൊരു ബാഡ്ജിങ് ഉണ്ട്. ഞാനത് ഫ്രീസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മഹീന്ദ്ര സോണ ലിമിറ്റഡ് എന്ന് അതിൽ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. MSL ഡയഫ്രം ടൈപ്പ് പ്രഷർ പ്ലേറ്റ്. അതാണ് ഈ കാണുന്ന സംഭവം. ഫിംഗർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു മോഡലൂടെ ഉണ്ടല്ലേ. യെസ്, ഇതാണ് ഫിംഗർ ടൈപ്പ് അല്ലേ? നമ്മുടെ വണ്ടിയിൽ ഇരുന്നത് ഫിംഗർ ടൈപ്പായിരുന്നു. അപ്പോൾ അത് മാറി ഡയഫ്രം ടൈപ്പ് പ്രഷർ പ്ലേറ്റാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ അതിന് ബെൽ ഹൗസിംഗ് കവർ എന്നാണ് സത്യചേട്ടൻ പറഞ്ഞത്. ശരിക്കും ഇത് ട്രാൻസ്മിഷൻ കവർ അല്ലെങ്കിൽ ക്ലച്ച് കവർ, അതും അല്ലെങ്കിൽ നമ്മളതിന് ഗിയർ ബോക്സ് കവർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ടെക്നിക്കൽ വണ്ടിയുടെ കാര്യത്തിലൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല. ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന, വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ പുതിയ നമ്മുടെ പ്രഷർ പ്ലേറ്റൊക്കെ പേപ്പറൊക്കെ പിടിച്ച് റെഡിയാക്കുന്നുണ്ട്. പുതിയ ഡിസ്ക് അതിൽ റെഡിയാക്കി സെറ്റ് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് നീങ്ങുകയാണ്. ഓരോ പാർട്സും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ സത്യചേട്ടൻ അതിലേക്ക് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയാതെ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഇതാണ് റിലീസ് ബെയറിങ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പ്രിങ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഈ സംഭവം ഓരോന്നോരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സത്യചേട്ടൻ. നമ്മൾ വണ്ടിയുടെ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് നമ്മൾ ചവിട്ടുന്നതനുസരിച്ച് ഈ റിലീസ് ബെയറിങ് ഇങ്ങനെ തള്ളി വരുമ്പോഴത്തേനും അത് നമ്മുടെ നേരത്തെ ടൈപ്പാണെങ്കിൽ ഫിംഗർ ടൈപ്പിൽ ആ ഫിംഗറിലോട്ട് വരുമ്പോൾ വണ്ടി ഗിയർ ബോക്സ്, അതായത് ഇത് ഫ്രീ ആവും, ന്യൂട്രൽ അവസ്ഥയിലേക്ക് ഫ്രീ ആയിട്ട് വരും. നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് വരുമ്പോഴത്തേനും അത് വീണ്ടും നോർമൽ ഗിയറിലേക്ക് കയറി പിടിക്കും. ഇപ്പം നമ്മൾ ഈ ഫിംഗറിന് പകരം നമ്മൾ ഡയഫ്രം ടൈപ്പാണ് വെക്കുന്നതെന്നേ ഉള്ളൂ. അത് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. ലൈഫ് കൂടുതലും ഈ ഫിംഗർ ടൈപ്പിനാണെന്നാണ് പറയുന്നത്. ഇത് റിപ്പയർ ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞാൽ ഡയഫ്രത്തിൽ അത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരിക്കൽ കൂടി അതിൻ്റെ മെക്കാനിസം ഒന്ന് കാണിച്ചു തരാം. ക്ലച്ച് അപ്ലൈ ചെയ്തതിനനുസരിച്ച് ഇതിങ്ങനെ റിലീസ് ബെയറിങ് പുറത്തേക്ക് വന്നതിനെ തള്ളി ഗിയറുമായിട്ടുള്ള കണക്ഷൻ ലഭിക്കും.
ഓക്കെ ഓക്കെ. ആ ഹാ ഹാ. ആ അതെ അല്ലേ, കയറി നിൽക്കും. ആ ബോട്ടയിലോട്ട് കടലിലേക്ക് പോകും. ഓക്കെ. പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇവിടെ മൂവ് ചെയ്യും. സത്യൻ ചേട്ടൻ അത് വളരെ സിമ്പിളായിട്ട് ആ മെക്കാനിസം നമുക്ക് കാണിച്ചു തന്നു. ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലച്ചിൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നതിന് മുമ്പ് അതിനകത്തുള്ള ആ ഒരു പോർഷൻ ഒന്ന് റെഡിയാക്കുകയാണ് ആ കൂടെയുള്ള ചേട്ടൻ. അവരെയൊന്നും പരിചയപ്പെട്ടില്ല, അവരുടെ ഒന്നും പേരുകൾ അതുകൊണ്ട് പഠിച്ചില്ല. നമ്മളിപ്പോൾ ആദ്യം തൊട്ടേ വർക്ക് ചെയ്തിരുന്ന സത്യൻ ചേട്ടനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചു. നേരത്തെ പറഞ്ഞ ഇതിനകത്തുള്ള ഒരു ഓയിലുണ്ട്. ആ ഓയിൽ സീൽ തള്ളി ഇതിനകത്ത് ഓയിൽ പുറത്തേക്ക് വന്നു. ഗിയർ ബോക്സിൽ നിന്ന് ഓയിൽ പുറത്തേക്ക് വന്നിട്ട് ഡിസ്കിൽ കയറി അടിച്ച് അങ്ങനെയാണ് ഇവിടെ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ശരിക്കും ഈ ഡിസ്ക് കുറച്ചുകൂടെ ലൈഫ് കിട്ടുമായിരുന്നു എന്നാണ് ആശാൻ പറഞ്ഞത്, നമ്മുടെ മാത്യു ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ഈ ഓയിൽ വന്ന് ഇതിനകത്ത് മൊത്തം കയറി കുളമായി ആണ് നമുക്ക് ഗിയർ ഇടുമ്പോൾ ഒരു നോയ്സ്, ഗിയർ വീഴാൻ മേലാത്ത ബുദ്ധിമുട്ടൊക്കെ വന്നത്. അപ്പോൾ അത് കാരണമാണ് നമ്മളിപ്പോൾ ഇത് മാറേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് കണ്ട ഒരു 2 വീൽ ഡ്രൈവ് 2010 മേജറാണ്. അതിൻ്റെ എൻജിൻ റൂം ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2010 മേജർ എന്ന് പറയുന്നത് പൊതുവേ എല്ലാവരുടെയും ഒരു ഡ്രീം വണ്ടിയാണ്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ എൻജിൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണാം. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ആ ബഫിംഗ് എന്നൊക്കെ ഇച്ചിരി മങ്ങിയിട്ടുണ്ടാവും. അതോ സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ തന്നെയാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതാണ് സംഭവം. പത്ത് മോഡൽ വണ്ടി പവർ സ്റ്റിയറിംഗ് കമ്പനി വരുന്നുണ്ടെന്നൊക്കെ ഒരു സംസാരം പൊതുവേ ഉണ്ട്. പക്ഷേ അത് പറയുന്നവർക്ക് വേണ്ടി പറയുകയാണ്, 2010 മേജറിന് കമ്പനി പവർ സ്റ്റിയറിംഗ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ വാക്വം ബൂസ്റ്റർ അതിൽ സ്റ്റാൻഡേർഡായിട്ടുണ്ട്. മാസ്റ്റർ സിലിണ്ടറുണ്ട് ബ്രേക്കിൻ്റേത്. അതുപോലെ ഫിൽറ്ററിൻ്റെ സൈഡ് ലൊക്കേഷൻ മറ്റു നമ്മുടെ സാധാ വണ്ടിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമുണ്ട്. അതുപോലെ ഇതിൻ്റെ പമ്പാണ് ഏറ്റവും രസം, ഇലക്ട്രോണിക് പമ്പാണ്. ഈ ഇരിക്കുന്നതാണ്, ഇത്രയേ ഉള്ളൂ സംഭവം, ഡീസൽ പമ്പ് വരുന്നത്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പഴയ വണ്ടിയുടെ തന്നെ പൊസിഷനിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ലിഫ്റ്റ് പമ്പിൻ്റെയൊക്കെ വ്യത്യാസം, അതുപോലെ ഡീസലിൻ്റെ ഫിൽറ്ററിൻ്റെ പൊസിഷൻ മാറിയാണ് ഇരിക്കുന്നത്. ഓൾട്ടർനേറ്റർ അതിൻ്റെ പുറകിൽ മറ്റേ മോട്ടർ പമ്പുള്ള ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്രഷർ പ്ലേറ്റ് എല്ലാം അതിലേക്ക് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുകയാണ്. കാര്യം പുതിയ വർക്ക്ഷോപ്പാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ വേണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അതെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അവരുടെ വർക്കിനെയോ ഒന്നും ഡിലേ ആക്കാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആശാൻ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കയറി വന്ന് എൻ്റെ അടുത്ത് ചൂടായി. അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പുള്ളി പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്ന് വാചകം അടിക്കാതെ അകത്ത് ഓഫീസിൽ പോയിരിക്കാൻ പറഞ്ഞു. സാധാരണഗതിയിൽ ഞാൻ തിരിച്ചു പറയുന്നതാണ്. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. വണ്ടി നമ്മൾ അവരുടെ പണിയാൻ കൊടുത്തിട്ട് നമ്മളവരോട് എന്നെയും പറഞ്ഞു വെച്ചാൽ അവരതിലോട്ട് വല്ല പണിയും വെച്ചാൽ എന്ത് ചെയ്യും? പഴയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ ഈ വീഡിയോ എടുക്കുന്നത് അത്ര പിടിക്കുന്നുണ്ടാവില്ല. എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ അവരുടെ പണിക്ക് യാതൊരു ബുദ്ധിമുട്ടോ തടസ്സമോ വരാത്ത രീതിയിലാണ് എടുത്തത്. പക്ഷേ പുള്ളിക്ക് അതെന്തോ, പുള്ളിയോട് അനുവാദം ചോദിച്ചിട്ടുമാണ് എടുത്തത്. അതെന്തെങ്കിലും പോട്ടെ അത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ട്രിപ്പാണ്. പിന്നെ കുറച്ച് നമുക്ക് വലിയ പ്ലാനുകൾ ഉണ്ട്. അത് ചെറിയ രീതിയിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും താല്പര്യമുള്ള എല്ലാവർക്കും സഹകരിക്കാവുന്നതാണ്. അതൊരു നമ്മളൊരു കളക്റ്റീവ് ബോഡി ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. ഞാൻ അതിൻ്റെ ബാക്കി വിശദ വിവരങ്ങളൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. ഒരു പുതിയൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. ആരും പേടിക്കേണ്ട, സാമ്പത്തിക ചിലവുള്ളതൊന്നുമല്ല. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കാം. അപ്പോൾ പുതിയതായിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി. നിലവിൽ ഇത്രയും കാലം എൻ്റെ വീഡിയോ കണ്ട് എന്നോട് സഹകരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഒരിക്കൽ കൂടി വണക്കം.